അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഹുമാനപ്പെട്ട അധ്യാപകർ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. ഓരോ രാത്രിയും ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഒരു ദിവസം നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ നാം അത് മണിക്കൂറുകളോളം അന്വേഷിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന 24 മണിക്കൂറിനെക്കുറിച്ച് നാം എത്ര തവണ ചിന്തിക്കുന്നു? നാം ഇവിടെ എത്തിയിരിക്കുന്നത് ഡിഗ്രിയോ സർട്ടിഫിക്കറ്റ് നേടാൻ മാത്രമല്ല, നല്ല സ്വഭാവവും നല്ല അറിവും നല്ല തഖ്വയുമുള്ള ഒരു മുസ്ലിമായി വളരാനാണ്. എന്നാൽ ഒരു ചോദ്യം: നമ്മുടെ റൂമിൽ നാം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഖുർആനോടൊപ്പമാണോ അതോ മൊബൈൽ ഫോണോടൊപ്പമാണോ? ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൊബൈൽ ഫോണിനെ കുറിച്ചല്ല. നമ്മുടെ സമയം, നമ്മുടെ ഭാവി, നമ്മുടെ ഈമാൻ, ആഖിറത്ത് എന്നിവയെ സ്വാധീനിക്കുന്ന ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണോ അതോ സോഷ്യൽ മീഡിയയാണോ നമ്മളെ ഉപയോഗിക്കുന്നത്? ഈ ഒരു ചോദ്യം കൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. ഒരു ദിവസം നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ കഴിയാൻ കഴിയുമോ? രാവിലെ കണ്ണ് തുറന്ന ഉടനെ പലരും ആദ്യം നോക്കുന്നത് ഖുർആനോ പത്രമോ കുടുംബാംഗങ്ങളുടെ മുഖമോ അല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷനുകളാണ്. നമ്മൾ പലരും കരുതുന്നത് നമ്മൾ കൂടുതൽ ലോകത്തോട് അടുക്കുന്നു എന്നാണ്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നമ്മൾ ലോകവുമായി കൂടുതൽ അടുത്തോ അതോ സ്വന്തം കുടുംബത്തിൽ നിന്നും കൂടുതൽ അകന്നോ എന്ന്. സോഷ്യൽ മീഡിയ മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ്. അത് അറിവ് നൽകുന്നു, ആളുകളെ ബന്ധിപ്പിക്കുന്നു, അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതേസമയം നമ്മുടെ ശ്രദ്ധ, സമയം, സ്വകാര്യത, ചിലപ്പോൾ നമ്മുടെ മനസ്സമാധാനം പോലും അത് കവർന്നെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു കത്തി പോലെയാണ്. അതുപയോഗിച്ച് നമുക്ക് പയം മുറിക്കാം, ഒരു മനുഷ്യനെ മുറിപ്പെടുത്തുകയും ചെയ്യാം. തെറ്റ് കത്തിയുടേതല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യൻ്റേതാണ്. ഇതുപോലെയാണ് സോഷ്യൽ മീഡിയയും. നാം വിദ്യാഭ്യാസത്തിനും നന്മക്കും ഉപയോഗിച്ചാൽ അത് അനുഗ്രഹമാണ്. തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഭാരമായി മാറും. ഇന്ന് നമുക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായേക്കാം, പക്ഷേ ആത്മാർത്ഥമായി നമ്മെ കേട്ടിരിക്കുന്ന എത്ര യഥാർത്ഥ സുഹൃത്തുക്കളുണ്ട്? 100 കണക്കിന് ലൈക്കുകൾ ലഭിച്ചേക്കാം, പക്ഷേ നമ്മെ സ്നേഹിക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കൾ എത്ര പേരുണ്ട്? അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ എത്ര സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചു എന്നതല്ല, മറിച്ച് ആ സമയം എൻ്റെ ജീവിതത്തിൽ എന്ത് മൂല്യം ലഭിച്ചു എന്നതാണ്. നമുക്ക് സാങ്കേതിക വിദ്യയെ തള്ളിക്കളയേണ്ടതില്ല, മറിച്ച് അത് വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കണം. നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ കമൻറ്റ് നമ്മൾ മരിച്ചാലും അവിടെ ഉണ്ടാകും. അത് സ്വതക്കത്തുൽ ജാരിയ അഥവാ തുടർന്ന് കിട്ടാവുന്ന പുണ്യമാക്കണോ അതോ പാപമാക്കണോ എന്ന് നാം ചിന്തിക്കുക. കാരണം ആ ഉപകരണം നമ്മുടെ കൈകളിലായിരിക്കണം. നമ്മുടെ ജീവിതം ഒരിക്കലും അതിൻ്റെ കൈകളിലാവരുത്. ഇനി സമയ പ്രാധാന്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് 24 മണിക്കൂറാണ്. ആ ദിവസം നാം പഠനത്തിനും കുടുംബത്തിനും അള്ളാഹുവിൻ്റെ ആരാധനയ്ക്കും വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു? അതുപോലെ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ചെലവഴിക്കുന്നു? 1 മണിക്കൂർ റീല് കാണാൻ തുടങ്ങുന്ന നാം 2-3 മണിക്കൂറുകൾ കഴിഞ്ഞാലും അത് സമയം എങ്ങനെ കടന്നുപോയെന്ന് പോലും നാം അറിയാറില്ല. നഷ്ടപ്പെട്ട പണം തിരികെ നേടാം, എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. ഇനി മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി 5% ആയാൽ നാം അത് ഉടനെ ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ബാറ്ററിയായ സമയം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചാർജ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സമയത്തിന് ഇത്രയും വില. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാണ്. എങ്ങനെയുള്ള മനുഷ്യർ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും യഥാർത്ഥത്തെക്കുറിച്ച് ബലമായ ഉപദേശം നൽകുകയും ക്ഷമയെക്കുറിച്ച് ബലമായ ഉപദേശം നൽകുകയും ചെയ്തവർ. മണിക്കൂറുകളോളം
റീൽസ് കാണുന്ന അല്ലെങ്കിൽ അനാവശ്യമായി മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന നാം അള്ളാഹു ഈ സത്യം ചെയ്തു പറഞ്ഞ സമയത്തെ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് സ്വയം ചോദിക്കണം. രണ്ടാമതായി വാർത്തകൾ പരിശോധിക്കുക. സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. വിശ്വസിച്ചവരെ, ഒരു ദുർമാർഗി നിങ്ങൾക്കൊരു വാർത്ത കൊണ്ടുവന്നാൽ അത് നിങ്ങൾ പരിശോധിക്കുക. അല്ലാത്ത പക്ഷം അറിയാത്ത ഒരു ജനവിഭാഗത്തിന് നിങ്ങൾ നൽകുന്ന ദോഷവും പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ഖേദിക്കുകയും ചെയ്യും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ അതിവേഗം പ്രചരിക്കുന്നു. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശോധിക്കാതെ ഒരു വാർത്തയും പ്രചരിപ്പിക്കരുത് എന്നതാണ്. മൂന്നാമതായി, നമ്മുടെ ഓരോ വാക്കും രേഖപ്പെടുത്തപ്പെടുന്നു. സൂറത്തുൽ ഖാഫിൽ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ പറയുന്ന ഓരോ വാക്കും നിരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തൊരു കാവൽക്കാരൻ ഉണ്ടാകാതിരിക്കില്ല. ഇന്ന് നമ്മുടെ നാവ് മാത്രമല്ല, നമ്മുടെ വിരലുകളും സംസാരിക്കുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ മെസ്സേജും കമൻറ്റും അള്ളാഹുവിൻ്റെ അറിവിലുണ്ട്. നാലാമതായി, അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യവും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. നമ്മൾ മണിക്കൂറുകളോളം റീൽസ് കാണുന്നതും പ്രയോജനമില്ലാത്ത ചർച്ചകളിൽ മുഴുകുന്നതും ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ നാം വിലയിരുത്തണം. അഞ്ചാമതായി, നമ്മുടെ നോട്ടം സംരക്ഷിക്കുക. സൂറത്തുൻ നൂറിൽ 30-ാമത്തെ ആയത്തായി അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീന യഉല്ലൂ മിൻ അബ്സ്വാരിഹിം. വിശ്വാസികളായ പുരുഷന്മാരോട് പറയുക, അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തുകയും അവരുടെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. നമ്മൾ ഇന്ന് കാണുന്ന ഓരോ വീഡിയോക്കും ഓരോ റീൽസിനും നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉത്തരവാദികളാണ്. ഇനി നാം ചിന്തിക്കുക, സോഷ്യൽ മീഡിയ ഒരു പരീക്ഷണമാണ്. അതുപയോഗിച്ച് നമുക്ക് സ്വർഗത്തിലേക്കുള്ള സൽക്കർമ്മങ്ങൾ സമ്പാദിക്കാനും കഴിയും, നരകത്തിലേക്കുള്ള പാപങ്ങൾ സമ്പാദിക്കാനും കഴിയും. അതിനാൽ ഇനി ഓരോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഓരോ കമൻറ്റ് എഴുതുന്നതിന് മുമ്പും ഓരോ വീഡിയോ കാണുന്നതിന് മുമ്പും നാം സ്വയം ചോദിക്കണം, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കുമോ എന്ന്. ഉത്തരം അതെ എന്നാണെങ്കിൽ മുന്നോട്ട് പോകാം, അല്ല എന്നാണെങ്കിൽ നമ്മെ ആ ഒരു ചിന്ത തന്നെ ആ തെറ്റിൽ നിന്നും നമ്മെ രക്ഷിച്ചേക്കാം. സോഷ്യൽ മീഡിയ ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. സോഷ്യൽ മീഡിയ ഒരു മികച്ച ദാസനാണ്, പക്ഷേ വളരെ മോശം യജമാനനുമാണ്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഒരു ദിവസം ഓഫാകും, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളുടെ രേഖ ഒരിക്കലും നഷ്ടമാകില്ല. അതിനാൽ നമ്മുടെ ഓരോ ക്ലിക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനമായി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ രേഖയാണ് അള്ളാഹു കാണിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ അത് നോക്കാൻ കഴിയുമോ? ഇത് എന്നെയും നിങ്ങളെയും ഒരുപോലെ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഓരോ സമയത്തെയും അള്ളാഹു ബറക്കത്തുള്ളതാക്കുകയും നമ്മുടെ വിരലുകളെയും കണ്ണുകളെയും നാവിനെയും നന്മയുടെ മാർഗത്തിൽ ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.